വീട്ടിലിരുന്ന കണ്ണാടയാണ് കേട്ടോ. ഇത് മാറ്റിയിട്ട് ഇത് വെക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ന്യൂ കണ്ണാട. ശരി, ഭയങ്കര ക്ലാരിറ്റിയിൽ കാണുന്നു. മറ്റേ ആ ഒരു കുട്ടിക്ക് കണ്ണാട വെച്ച കൊടുത്ത പോലത്തെ സന്തോഷം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. വേറെ ഇങ്ങോട്ടല്ല, എൻ്റെ കണ്ണട താഴെ വീണ് പൊട്ടി. അപ്പോൾ ഒന്ന് പവർ ചെക്ക് ചെയ്യണം, എന്നിട്ട് കണ്ണട വേറെ വാങ്ങണം. എന്തായാലും പവർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ദൃശ്യം പറയണ തൃശ്ശൂരുള്ള ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോവാറ്. ഇപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അവിടെയാണ് ഞാൻ കണ്ണ് കാണിക്കാറ്. ദൃശ്യം ഒരു അടിപൊളി ഐ കെയർ തന്നെയാണ് കേട്ടോ. എല്ലാതരം ട്രീറ്റ്മെൻറ്റുകളും കണ്ണിൻ്റേതായത് ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റാഫുമാരായാലും ഡോക്ടേഴ്സായാലും ഒക്കെ നല്ല പെരുമാറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റൽ സെലക്ട് ചെയ്ത് കാണിക്കുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും സൗകര്യം നമ്മളുടെ അടുത്തല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ പോയിട്ടൊക്കെ കണ്ണ് കാട്ടിക്കഴിഞ്ഞാൽ തോന്നിയ പവറൊക്കെ ആദ്യം തന്നെ തരുമ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. നമ്മളുടെ ആവശ്യത്തിനെക്കാട്ടും കൂടുതൽ പവറാണ് എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയത്. അത് കാരണം കൊണ്ട് എൻ്റെ കണ്ണ് അത് മുതൽ പവർ പിന്നെ വളരെയധികം കൂടുതലായി വരൽ തുടങ്ങി. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ പവർ ഒരു 4-ലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് 3.75 അത്രയ്ക്കും പവറിലാണ് ഇപ്പോൾ എൻ്റെ കണ്ണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നല്ല ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കണ്ണടയൊക്കെ വാങ്ങുമ്പോൾ നമ്മളുടെ വീട്ടിലിടാൻ ഒരു കണ്ണടയും പുറത്തേക്ക് വേറെ കണ്ണടയായിട്ട് നമ്മൾ വാങ്ങുക. വീട്ടിലിടുന്ന കണ്ണട പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റില്ല. വേഗം വീട്ടിലിടുന്നതിൽ മെഴുക്കും വരകളും വീഴും. അപ്പോൾ പിന്നെ അത് പുറത്തേക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിടാനുള്ളത് ഒരു സാധാ കണ്ണട, അത്ര പ്രൈസ് ഇല്ലാത്ത കണ്ണടയും പുറത്തേക്ക് പോകുമ്പോൾ നല്ല കണ്ണടയായിട്ട് വാങ്ങുക. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ നമ്മൾ കണ്ണട ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ അതിൻ്റെ ഫ്രെയിം ഉണ്ടാവില്ല, അതിൽ നമ്മൾ ആ ഗ്ലാസ് മാത്രം മാറ്റി മതി പവറിനനുസരിച്ച്. വീണ്ടും തൃശ്ശൂർ വരെ പോയി കണ്ണട വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവരോട് കൊറിയർ അയച്ചു തരാൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു തന്നു കേട്ടോ. സംഭവം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനം എത്തി. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് സാധനം വന്നത്. എന്തായാലും നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്, പൊട്ടിയിട്ടുണ്ടോ പൊളിഞ്ഞുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. പൊളിക്കൊന്നും എനിക്കറിയാത്ത, മറ്റേതുപോലെ അല്ല. വരും കമാ ബാ. എൻ്റെ കൊച്ചു വന്നല്ലോ കേട്ടോ. കൊച്ചില്ലാത്തൊരു പരിപാടി ഇല്ല എനിക്ക്. ഒട്ടിക്കല ഒട്ടിച്ചപ്പം ദൈവം ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് അറിയാം. ഭയങ്കര പാക്കിങ് ആയിപ്പോയി. അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ പണിയാവില്ല ഇഷ്ടമാണ്. അതാണ്. അയ്യോ, പഴയ കണ്ണാൻ്റെ കാലൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പഴയ ഗ്ലാസ് കളഞ്ഞിറങ്ങണോ, കണ്ണാടിൻ്റെ കാലുണ്ട്. ഹായ്, നല്ല പാക്കിങ്, അടിപൊളി. സച്ചോ അതിലടക്കട സൗണ്ട് വയ്ക്കും. ഇതാണ് എൻ്റെ കണ്ണട. മുന്നത്തെ സിൽവർ ആയിരുന്നു, ഇപ്പോൾ പിങ്ക്. എന്താണ്, റോസ് ഗോൾഡ് പോലത്തെ പിങ്ക്. അതെ, അപ്പം നമുക്ക് ഈ കണ്ണാട മാറ്റി, ഇത് വീട്ടിലിരുന്ന കണ്ണാടയാണ് കേട്ടോ. ഇത് മാറ്റിയിട്ട് ഇത് വെക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ന്യൂ കണ്ണാട. ശരി, ഭയങ്കര ക്ലാരിറ്റിയിൽ കാണുന്നു. മറ്റേ ആ ഒരു കുട്ടിക്ക് കണ്ണാട വെച്ച കൊടുത്ത പോലത്തെ സന്തോഷം. കണ്ണ് അതുണ്ട് നമുക്കിതിന്. എന്താണ്, ഫോണിന്റെ ആ ഒരു ഇതിനുള്ള സൺലൈറ്റിന്റെ അടിക്കുമ്പോ എല്ലാം ഉണ്ട്. കണ്ണാടി കറക്കും നോക്കേ. അങ്ങനെയുണ്ടോ? എന്നാ നോക്കി നോക്കാം. അങ്ങനെ ഒരു ഇതുണ്ടോന്ന് നോക്കി നോക്കാം കേട്ടോ. ഗ്ലാസ് ഉണ്ടോ? സൺഗ്ലാസ് അല്ല, എന്നാലും ഉണ്ടാവും. എന്റെ ഫ്രണ്ടിന്റെ കണ്ണാടൊക്കെ ഉണ്ട്. ഇതിന് അതൊന്നുമില്ല. അത് അവര് പറഞ്ഞ മൊബൈലിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. ഇന്ന വെയിലത്ത് തീർത്തിട്ട് പൊരിക്കാനാണ്. ഉണ്ടാ അപ്പൊ പ്ലെയിൻ അല്ലേ കാണുന്നത്?
പക്ഷെ എനിക്ക് ഈ പവറിനോട് ഇനി അഡ്ജസ്റ്റ് ആവണം. എന്നുവെച്ചാൽ ഇത് 2.75 അങ്ങോട്ട് കയറി. അപ്പോൾ ഇനി കണ്ണിന് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് ഡ്രോപ്സ് ഒക്കെ തന്നിട്ടുണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയുണ്ട് കണ്ണാട? ഈ കണ്ണാടയാണോ ഭംഗി അതോ ഈ കണ്ണാടയാണോ ഭംഗി? കമൻറ്റ് ചെയ്യണേ. എൻ്റെ പഴയ കണ്ണാട എൻ്റെ മകൻ ചവിട്ടി പൊട്ടിച്ചതാണ്. വേണച്ചിട്ടല്ല, താഴെ വീണ് കിടക്കണ്ടായിരുന്നു, എങ്ങനെയോ താഴെ വീണായിരുന്നു. അപ്പോൾ അതിലൊരു ചവിട്ടി അതോടെ പൊട്ടി. അതിൻ്റെ കാലും അവർ തന്നിട്ടുണ്ട്. ഇനി ഈ പഴയ കണ്ണാട ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് മാറ്റിയിട്ട് ഈ പവറിലേക്ക് ആക്കിയിട്ട് ഗ്ലാസ് മാറ്റിയിട്ട് വീട്ടിൽ വെക്കണം. ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വയ്ക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഈ കണ്ണാട ഒന്നില്ലെങ്കിൽ പവർ മാറ്റിയിട്ട് ഗ്ലാസ് ഇടണം, അല്ലെങ്കിൽ വേറെ കണ്ണാട വീട്ടിലേക്ക് വെക്കാതെ വാങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദൃശ്യം അടിപൊളിയാണ് കേട്ടോ. സിനിമയല്ല, ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശ്ശൂരാണ്. നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. അവിടെ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.